പോകാതിരിക്കാൻ എന്താണ് മാർഗം? കർത്താവിൻ്റെ തായ്തടിയിൽ നിന്ന് ശാഖ വിട്ടുപോകാതിരിക്കാൻ എന്താണ് മാർഗം? അഥവാ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം? ഇപ്പോഴും നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഫലം തരാത്തതിനെയെല്ലാം അവിടുന്ന് വെട്ടി നീക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അപ്പോൾ വെട്ടി നീക്കപ്പെടാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്താണ് മാർഗം? ഈശോക്കാരെ ഈ വെട്ടി നീക്കുക എന്നുള്ളതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും ഈ ഫലത്തെക്കുറിച്ചും വെട്ടി നീക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പം യോഹന്നാൻ സ്നാപകനാണ് ഈ വിഷയം തുടങ്ങി വെച്ചെങ്കിലും യോഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നെന്നാണ്. കാര്യം വചനത്തിൻ്റെ ജ്വലനം യോഹന്നാൻ സ്നാപകനിലെ ആണ് ആദ്യം തെളിഞ്ഞത്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ കിട്ടിയ വെളിപാട് ഇതാണ്: ഫലം നൽകപ്പെടുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. ഈശോയും ആ വചനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു അപകടം. ഈശോയും പറഞ്ഞത് അത് ശരിയാണ്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ശരിയാണ്. ഫലം നൽകുന്നില്ലെങ്കിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം, 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം, ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്താ? ഫലം നൽകിക്കൊണ്ട്, ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. വെറുതെ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അത് ഗൗരവതരമായ ഒരു ഉൾക്കാഴ്ചയാണ്. ഞാൻ വിശ്വാസിയാണ്. ആ വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആദ്യം തിരുത്തണത് യോഹന്നാൻ മാന്താനായാണ്. വിശ്വാസിയാണെങ്കിലും അപ്പോൾ ചോദിക്കും, ഫലം എവിടെയെന്ന് ചോദിക്കും. നമുക്കറിയാം ഫലമെന്ന് പറയണത് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തെ സ്നേഹത്തെ വസിക്കുന്ന കാരണം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ സ്നേഹമാകും. ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അതിന് വകഭേദങ്ങളൊക്കെ വരും. ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്.
എല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കും. ഇപ്പം നമ്മൾ ഗലാത്യർ 5:19 തൊട്ട് വായിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളില്ലേ, അത് തന്നെ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. അതിൽ സ്നേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസാണ് വരേണ്ടത്. നമ്മളൊരാളുടെ ആത്മസംയമനം കാണിച്ചു, ഞാനവിടെ ആത്മസംയമനം കാണിച്ചുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ആത്മസംയമനം എന്ന് പറഞ്ഞത് എന്താണ്? അതായത് പൊട്ടിത്തെറിച്ച് ക്രോധം ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്നേഹം കൊണ്ടാണ് ആത്മസംയമനം വരണത്. അപ്പോൾ ആത്മസംയമനം ഒരാൾ കാണിച്ചാലും അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടമ്പടി ധ്യാനമാണ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത മക്കളുടെ ധ്യാനമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളർച്ചാ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് വരദാനങ്ങളുടെ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനാനുഭവ ധ്യാനമാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എല്ലാ ധ്യാനങ്ങളും ഒരുമിച്ച് ഒളിച്ചേർന്ന സമ്പൂർണ്ണ ധ്യാനമാണ്. എന്താ വെച്ചാൽ അതിൽ പ്രാരംഭ ധ്യാനമുണ്ട്, വളർച്ചാ ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട്, അതുപോലെ തന്നെ വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, പ്രാർത്ഥന അനുഭവ ധ്യാനമുണ്ട്. എല്ലാം കൂടി കൂടുന്നതാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ ഒരു വ്യക്തി ഉടമ്പടിയിൽ വഴി ദൈവത്തോട് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യണത്. എല്ലാവരും ദൈവത്തെ ഒട്ടി നിൽക്കേണ്ടവരാണ്, പക്ഷെ ഉടമ്പടി നമ്മളെ കുറച്ചുകൂടി ആഴമായി ദൈവത്തിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഇടിവെട്ടും മിന്നലും കാറ്റും വന്നാൽ ഒരു മരത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ കമ്പുകളും കീന്തിപ്പോകാത്തത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോഴും മഴക്കാലമാകാൻ പോകുന്നു അല്ലേ? നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും കുറേ മരങ്ങളുടെ കമ്പൊക്കെ കാറ്റ് കഴിയുമ്പോൾ കീന്തി കിടക്കുന്നത്. മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: എന്തുകൊണ്ടാണ് ഒരു മരത്തിൽ കാറ്റ് പിടിക്കുമ്പോൾ എല്ലാ കമ്പുകളും കീന്തി പോകാത്തത് അല്ലെങ്കിൽ കാന്തി പോകാത്തത്? ചില കമ്പുകൾ മാത്രം കാന്തിപ്പോകും. അതായത് തായ്തടിയോട് നമ്മൾ ഇങ്ങനെ ശാഖകളെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും. വെറുതെ നിൽക്കുമ്പോൾ എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും. പക്ഷെ കാറ്റ് പിടിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഏത് ശാഖയാണ് സേഫ് അല്ലാത്തതെന്ന്. ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കാഷ്വാലിറ്റി ഒഴിവാക്കുകയാണ്. ഏത് കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇടിഞ്ഞു പോകാത്ത കാന്തി പോകാത്ത കമ്പുകളായി കർത്താവിലേക്ക് നിന്നെ ഒളിച്ചേർത്തിരിക്കുകയാണ്. അതിന് ഉടമ്പടിതായിട്ടുള്ള ഒത്തിരിയേറെ ഫോർമുലാസ് ഉണ്ട്. നമ്മളുടെ ഉടമ്പടി, നിങ്ങളുടെ ഉടമ്പടിയിൽ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലേ? കൃത്യമായി ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി നമ്മൾ അനുദപിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ്. ഉപവി പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മനുഷ്യരെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് സംരക്ഷിക്കുന്നതാണ്. ഇതെല്ലാം ചേർന്നതാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ അമ്മ എടുത്തിട്ടുള്ള നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, ജീവിത സമീപനങ്ങൾ, അതിലധിഷ്ഠിതമായിട്ടുള്ള ആത്മാവിൻ്റെ വളർച്ച, ഇതൊക്കെയാണ് മരിയൻ ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ. പ്രാർത്ഥിക്കുക. കർത്താവേ, മരിയൻ ഉടമ്പടിയിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ അവബോധങ്ങളെ വർദ്ധിപ്പിക്കണമേ. കാലയളവിൽ ദൈവത്തിലെ ഏത് ശാഖകളെക്കാളും ചേർക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാൻ
ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി നീ രൂപാന്തരപ്പെടുത്തണമേ. മത്തായിയുടെ സുവിശേഷം 7:24-25 പ്രാർത്ഥിക്കുന്നു, എന്റെ വചനം കേൾക്കുന്നവൻ പാറമേൽ ഭവനം പടുന്ന മനുഷ്യന് തുല്യമായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ എപ്പോഴും നമ്മൾക്ക് കർത്താവുമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെട്ടി നീക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. വെരി സിമ്പിളാണത്. നമ്മൾ 15-ാമത്തെ അധ്യായം, യോഹന്നാൻ 15-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫലം നൽകാത്തതിനെയാണ് അവിടുന്ന് വെട്ടി നീക്കുന്നത്. അപ്പോൾ വെട്ടി നീക്കപ്പെടാൻ, ദൈവത്തിലായിരിക്കാൻ, ദൈവത്തിൽ വസിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗമാണ് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ അവർ ഉപരിപഠനക്കാരാണ്. കാര്യം ഉടമ്പടി ധ്യാനം എന്ന് പറയണത് കൃപാസനത്തിലെ അവസാനം നൽകിയ ധ്യാനമാണ്. ദൈവം ആദ്യം പ്രാരംഭ ധ്യാനം പോലുള്ള ധ്യാനങ്ങളായിരുന്നു, പിന്നീട് വളർച്ചാ ധ്യാനമായി, പിന്നീട് ആന്തരിക സൗഖ്യ ധ്യാനമായി, വരദാനങ്ങളുടെ ധ്യാനമായി, പിന്നീട് വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് ഒക്കെ വന്നത്. ഇതെല്ലാം കൂടിയ മരിയൻ തപസ് ഉണ്ടായിരുന്നു. മരിയൻ തപസ് കഴിഞ്ഞാണ് ദൈവം നമുക്ക് ഉടമ്പടി ധ്യാനം നൽകിയത്. കേരളത്തിലെ ധ്യാന ചരിത്രം വളരുമ്പോൾ അതെത്തി നിൽക്കുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് എന്ന് അവകാശപ്പെടുകയല്ല, നമുക്കങ്ങനെ തോന്നിപ്പോവുകയാണ്. കാര്യം അതിൻ്റെ പ്രവർത്തനങ്ങളുടെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ചേരുവകകളെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകും. കാര്യം ഉടമ്പടി നിങ്ങളെ കാന്തിപ്പോകാത്ത ശാഖകളാക്കും. കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കർത്താവ് ആഗ്രഹിക്കുന്നത് കാന്തിപ്പോകരുതെന്നാണ്. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. മരിയൻ്റെ പ്രത്യേകത എന്താണ്? കാറ്റ് വരും, വെള്ളപ്പൊക്കം ഉണ്ടാകും, അതുമേലെ ആഞ്ഞലിച്ചും പക്ഷേ അത് വീണ് പോകത്തില്ല. ഇപ്പം നമ്മൾ നേരത്തെ ശുശ്രൂഷകർ പറഞ്ഞ 7:24 മത്തായിയുടെ സുവിശേഷം, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, അതുമേലെ ആഞ്ഞലിച്ചു, അത് വീണ് പോയില്ല. അപ്പോൾ വീണ് പോകാനും കാന്തിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ കൂടത്തിൽ തന്നെ, ഈ വീണ് പോകുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ 7:24 ആ മത്തായിയുടെ സുവിശേഷം 7:24-25 കൂടെയാണ് ശരിക്കും കർത്താവ് 15:2 ചേർത്ത് വെക്കേണ്ടത്. എന്താണ്? കാറ്റടിച്ചാലും കാന്തിപ്പോകാത്ത ശാഖ. ഉടമ്പടി നീ കൃത്യമായിട്ടാണ് പാലിച്ചു പോകുന്നെങ്കിൽ ഉടമ്പടി നിന്നെ കർത്താവിൻ്റെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കർത്താവിൻ്റെ തായ്തടിയിലെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കാര്യം എന്താണ്? ഉടമ്പടി വചനമാണ്, ഉടമ്പടി നിയമമാണ്. കാര്യം ദൈവവും അനാദികാലം മുതലേ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ നിയമവുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഓരോ നിയമങ്ങൾ നമുക്ക് തരണില്ലേ? എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം? നമുക്ക് ശിക്ഷിക്കുകയല്ല ഉദ്ദേശം. ഓരോ നിയമം തന്നിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഒട്ടിച്ച് വെക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് നിയമം എന്തിനാണ് തന്നത്? ദൈവം തന്നതിൻ്റെ വിഷയം എന്താണ്? ആ നിയമത്തിലൂടെ കാന്തിപ്പോകാത്ത ശാഖയായി നിന്നെ മാറ്റുക. ഈശോ അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ, യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്വസ്ഥമല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവിടുത്തെ വലിയ സ്നേഹത്തിന് ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ നിയമം തന്നിരിക്കണേ എന്തിനാ? കൽപ്പനകൾ തന്നിരിക്കണേ എന്തിനാ? ഇപ്പം സ്നേഹിക്കാൻ പറഞ്ഞാലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞാലും അതുപോലെ തന്നെ കക്കരുതെന്ന് പറഞ്ഞാലും അങ്ങനെ എല്ലാ കൽപ്പനകളും അതിനെല്ലാം പിന്നിലുള്ളത്. ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നിയമമാണത്, ഉപവിയുടെ നിയമമാണ്, സ്നേഹത്തിൻ്റെ നിയമമാണ്. പക്ഷെ അത് വേറെ രീതിയിലാണ് ആ നിയമം അവിടെ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:35 നമ്മൾ വായിക്കണത്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എല്ലാം നിയമങ്ങളാണ്, സ്നേഹത്തിൻ്റെ നിയമങ്ങളാണ്. എന്തിനാണ്? നിങ്ങൾ കാന്തിപ്പോകാതിരിക്കാൻ. കാറ്റ് വന്നാൽ കാന്തിപ്പോകാതിരിക്കണേ എന്തിനാണ്? തായ്തടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ പ്രകടിപ്പിക്കാനാണ്. ഫലങ്ങൾ എന്തിനാണ് പുറപ്പെടുവിക്കണത്? അതെല്ലാം സാക്ഷ്യമാണ് ശരിക്കും. അത് നമുക്ക് പിന്നീട് വരാം. ഈ ഫലങ്ങളെല്ലാം എന്താണെന്ന് അറിയണം. സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്നൊക്കെ പറയണത് ഗലാത്യർ 5:19 ആത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിലും ഫലങ്ങൾ, ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ബേസിക്കലി വാട്ട് ഈസ് ഇറ്റ്? അതെല്ലാം സാക്ഷ്യങ്ങളാണ്. ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എല്ലാം ടെസ്റ്റിമണീസാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷിയാകുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകാൻ ആത്മാവിൻ്റെ ഫലങ്ങളാൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ ലോകം മുഴുവനും സാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ കൃപയുണ്ടാകണം. അപ്പോൾ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:10 ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി ധ്യാനമാണ്, മറന്നു പോരുത്. അതായത് 15:10 അനുസരിച്ച് എന്താ പറയണത്? ഞാൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകള് പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകള് പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ കൽപ്പനകൾ, നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. വ്യക്തമല്ലേ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് ഈശോ എന്താ പറയണത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. ലോകത്തിൻ്റെ അധികാരി ആരാണത്? അതായത് ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. നത്തിങ് ടു ഡു വിത്ത് മീ. നിയമനിഷേധകരെന്ന് പറയും ഇതിനെ. ലോകത്തിൻ്റെ അധികാരി നിയമനിഷേധകനാണ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2:9 വായിക്കുന്ന നിയമനിഷേധിയില്ലേ, അവനാണ് ലോകത്തിൻ്റെ അധികാരി. അവൻ എപ്പോഴും നമ്മളോട് പറയണത് നിയമത്തെ നിഷേധിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൽ നടന്ന് മാറണം, ദൈവത്തിൽ നടന്ന് മാറണം എന്നാണ് പറയണത്. ഈശോൻ എന്താ ചെയ്തിരിക്കണത്? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു. ഏറ്റു പറഞ്ഞേ, ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. 14:30-31 യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. ഈ അധികാരി എന്തിനാ വരണത്? ഈശോ താഴെ പറയും 14:31. ഞാൻ പിതാവിനെ ഇപ്പം മൂത്തേടൻ അച്ഛൻ്റെ ബൈബിളിലെ ഈ വചനം വളരെ ഹൃദ്യമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്?
ലോകത്തിന് അധികാരി വരുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് പിതാവ്. അത് ടെസ്റ്റാണ് ശരിക്കും. ലോകത്തിൻ്റെ അധികാരി എപ്പോഴും വരണത് ടെസ്റ്റും കൊണ്ടേ വരത്തുള്ളൂ. ആർക്ക് ടെസ്റ്റ്? നമ്മൾക്ക് ടെസ്റ്റ്. അവൻ ടെസ്റ്റൊന്നും ചെയ്യത്തില്ല. നമ്മൾ അവനോട് അവൻ്റെ വെല്ലുവിളികളോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ രീതി അനുസരിച്ച് കൊണ്ട് നമ്മൾക്കത് ടെസ്റ്റായി മാറണതാണ്. അതാണ് ഈശോ പറയണത് 14:31. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് പോകുന്ന ആളാണ്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ലോകത്തിൻ്റെ അധികാരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഞങ്ങൾക്ക് വലിയ പിശാച് ബാധയുണ്ടാകും, ഞങ്ങളുടെ കുടുംബത്തിൽ വല്ല കുടുംബത്തോட ദോഷമുണ്ടാ, ഞങ്ങൾക്ക് വലിയൊരു അഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ അവരോട് ഈ വചനം പറയും. എന്താണ്? 14:10. ചിലരുടെ എല്ലാവരുടെയും തന്നെ സംശയമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു കുടുംബത്തോടം ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്കെതിരെ വലിയൊരു ആഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാന്യം മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെയാണ് ഐക്യപ്പെട്ട് ജീവിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെങ്കിൽ യോഹന്നാൻ 15:10 അനുസരിച്ച്. എന്താണ് യോഹന്നാൻ 15:10? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്നിൽ വസിക്കും. കർത്താവിൽ വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ അധികാരിക്ക് കാര്യം അവിടെ ഒന്നുമില്ല. അതാണ് ഈശോ പറയണത് 14:30 പറയണത്. ഇതാ ലോകത്തിൻ്റെ അധികാരി പിശാച് വരുന്നു. പിശാച് വരികയും ലോകം ചെയ്യും കേട്ടോ. പക്ഷേ ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. അവന് എന്നോടൊന്നും ചെയ്യാനില്ല. എന്നോടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരോട് സാത്താനി ഒന്നും ചെയ്യാനില്ല. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ സാത്താൻ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ എത്രയോ നേരത്തെ പിതാവിൻ്റെ തായ്തടിയിൽ നിന്നും പിതാവിൻ്റെ കൽപ്പനയിൽ നിന്നും അകന്നു പോയെന്നതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളൊരു മാർഗം എന്താ? പിശാചിനെ പ്രവേശിപ്പിക്കാതിരിക്കാനും പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതായത് യോഹന്നാൻ 14:31 എന്നാൽ എന്ന് പറഞ്ഞേ, എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. അപ്പോൾ ഈ ലോകമറിയണമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ആരെയും കാണിക്കാൻ പോണില്ല. അതെന്തിനാണ് നാട്ടുകാരെ കാണിക്കണത്? നോ. ഉടമ്പടിയുടെ ഗുണം അതാണ്. ഉടമ്പടിയിലെ എല്ലാ സംഭവവും നാട്ടുകാരെ കാണിച്ചുള്ള പരിപാടിയാണ്. കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം. രോഗിനെ സന്ദർശിക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ലോകത്തെ കാണിക്കണം. നിൻ്റെ ഓരോ പിതാവിൽ വസിക്കുക എന്ന് വെച്ചാൽ നിനക്ക് സ്വകാര്യമായി ഏതെങ്കിലും മൂലക്കിരുന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. സഭയിലെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് മൂലക്രിസ്ത്യാനികളാണ്. സഭയുടെ ഏറ്റവും അച്ഛന്മാരുടെ കൂട്ടത്തിലുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട്, അൽമയുടെ കൂട്ടത്തിലുണ്ട് മൂലക്രിസ്ത്യാനികൾ. എന്ന് വെച്ചാൽ ഏതെങ്കിലും മൂലക്ക് മാറി ഇരുന്നുകൊണ്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമേ അല്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥന മാത്രമായാലോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 14:31 ഉടമ്പടി ക്രിസ്ത്യാനി കർത്താവിൻ്റെ വചനം കേൾക്കണം. എന്താണ്? നീ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാം 14:31 പിതാവിൽ വസിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വകാര്യമല്ലെന്നർത്ഥം. ആർക്കും സ്വകാര്യമായി ക്രിസ്തുവിൽ വസിക്കാൻ പറ്റത്തില്ല. സഹോദരനെ കൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. ലോകം അറിയണം. ലോകം അറിയാത്ത ഒരു പരിപാടികളും ഇല്ല. വായിച്ച് അവചനം വായിച്ചേ. എന്നാൽ ഞാൻ
പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ എന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. അപ്പൊ ലോകമറിയാത്ത ക്രിസ്ത്യാനികളൊന്നും ക്രിസ്ത്യാനികളല്ലെന്ന് അർത്ഥം, ഉറപ്പായി. കാര്യം ദൈവസ്നേഹം ഉണ്ടോ, ആ സ്നേഹത്തിൻ്റെ പ്രവർത്തികളിൽ അപരനുണ്ട്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ നെറ്റ് പറയണം. മനുഷ്യരുടെ മുമ്പിൽ, മനുഷ്യരുടെ സാന്നിധ്യമില്ലാത്ത നമുക്ക് തുടുമ സൈവന്മാരില്ല. അതായത് ഇപ്പോൾ 10:32 നമ്മൾ വായിക്കണില്ലേ, മത്തായിയുടെ സുവിശേഷം 10:32 എന്താ പറയണേ? ഏറ്റു പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ലോകം അറിയണമെന്നുള്ള വാക്കില്ലേ, നമ്മൾ എന്ത് ചെയ്താലും സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ആണ് നമ്മളെ പിതാവുമായി യേശുവുമായി ഒട്ടിച്ചേർക്കുന്നത്. അതെല്ലാം നിയമങ്ങളാണ്. ഈ നിയമങ്ങളെല്ലാം സ്നേഹം തന്നെയാണ്. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മൾ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അത് വ്യക്തിപരമല്ല, അതിന് ഒരു സാമൂഹിക മാനമാണുള്ളത്. ഇത് ഇത്രയും കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഞാൻ പലതരത്തിലുള്ള ധ്യാനങ്ങൾ എത്രയോ വർഷമായിട്ട് കൂടനാണ് ധ്യാനിപ്പിക്കുന്നതാണ്. പക്ഷേ ഉടമ്പടി കറക്റ്റാണത്. കാര്യം ഒരു ക്രിസ്ത്യാനിയെ കംപ്ലീറ്റ് ക്രിസ്ത്യൻ, ഇപ്പം കംപ്ലീറ്റ് മാൻ എന്ന് പറഞ്ഞല്ലേ, ദ കംപ്ലീറ്റ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ക്രിസ്ത്യാനിയാണ്. കാര്യം അതിലെന്തുണ്ട്? അതിൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളുണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഫലങ്ങളുണ്ട്. പിന്നെ തായ്തടിയിൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം വെട്ടിയൊരുക്കുന്നു വരും. കാര്യം വെട്ടെന്ന് പറയത്തില്ല, അത് കർത്താവ് പറയുന്ന ഒരു ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശു സ്വസ്ഥം ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തിൽ നിലക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പാലിച്ചു സ്നേഹത്തിൽ നിലനിൽക്കാൻ ചെയ്ത നാഥ. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 15:2 ബി പോയിന്റ് എന്താ പറയണത്? ഈ ഫലത്തെക്കുറിച്ചാണ് പറയണത്. ശാഖകളിൽ ഫലം കായ്ക്കുന്നതിനെ, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഒരു വെട്ടിയൊരുക്കലുണ്ട് ഇതിൻ്റെ അകത്ത്. ഫലം കായ്ക്കുന്ന ക്രിസ്ത്യാനിയാണ് എങ്കിലും ഇടയ്ക്ക് വിട്ടുകൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഈ വെട്ടെന്ന് പറയണത് എന്താണെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പറയും വെട്ടുണ്ടാകും, രോഗമാണത്, അത് ക്ഷീണമാണ്, ക്ലേശമാണെന്നൊക്കെ പറയും. ദാറ്റ്സ് ഓക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വെട്ട് നിങ്ങൾക്കറിയാമല്ലോ, മുറിവ്. പറഞ്ഞു തരേണ്ട വെട്ടെന്താണ്? മുറിവാണത്, സഹനമാണ്. നമുക്ക് ഫലം കൂടുതൽ കായ്ക്കാനാണ് വെട്ടിയുരുക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വി മസ്റ്റ് നോ ഈ കട്ടിങ് എന്താണെന്ന്, പ്രൂണിങ് എന്താണെന്ന് അറിയണം. എന്താ കാര്യം വെച്ചാലേ, അതറിയണമെങ്കിൽ ഈ വെട്ട് എന്ന് നിനക്ക് ആന്തരികമായിട്ട് ബോധ്യം നൽകുന്നു, അന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ വി ഗോഡ് ദ ഗ്രേസ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് നമുക്കൊരു വെട്ട് കിട്ടുകയാണ് എന്ന് വെച്ചാൽ, വെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് വെട്ടെന്ന് പറയണത്. ഇപ്പോൾ തന്നെ റബ്ബർ, അത് 6 കൊല്ലമോ 3 കൊല്ലമോ കഴിയുമ്പോഴാണത്, 3 കൊല്ലം കഴിയുമ്പോഴത് വെട്ടാൻ തുടങ്ങും ചെയ്യും. പ്രായമാകുമ്പോഴാണത് വെട്ടാൻ തുടങ്ങണത്. അതായത് ഒരു വ്യക്തി ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുമ്പോഴാണ് ഇത്തരം വെട്ടുകൾ വരുന്നത്. എന്താ സംഭവം?
വെറുതെ ഒരു റോസച്ചെടിയെ വെട്ടത്തില്ല, അത് പൂത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ വെട്ടെല്ലാം അങ്ങനെയാണ്. എന്ത് സംഭവം അത് ഫലം നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഫലം നൽകാൻ വേണ്ടി വെട്ടും. അപ്പോൾ എന്താ വെട്ടെന്ന് പറയുമ്പോൾ വെട്ടം എപ്പോഴും ഒരു വേദനയാണ്, എന്നുവെച്ചാൽ ഒരു സഹനത്തിൻ്റെ കണ്ടൻ്റാണ്. പക്ഷേ സഹനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഓ രോഗം, ഓ കടം, ഓ തകർച്ച, കുടുംബസമാധാനം, മദ്യപാനം എന്നിങ്ങനെ എഴുതി സഹനത്തെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മളുടെ വില്ലിന് എതിരെ വരുന്നതെല്ലാം വിൽ ഓഫ് ഗോഡായിരിക്കും. രീതി അങ്ങനെ കിടക്കണം. അതായത് നമ്മുടെ താല്പര്യങ്ങൾക്കെതിരെ വരുന്ന ഇതെല്ലാം, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ താല്പര്യങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് എതിരെ വരുന്നതെല്ലാം വിൽ ഓഫ് ഗോഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ദൈവം പറയത്തില്ല എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ വിൽ ഓഫ് ഗോഡ്, യു ടേക്ക് എന്ന് പറയത്തില്ല. നമ്മളതിനെ വിൽ ഓഫ് ഗോഡ് ആക്കണം. യു ഗോട്ട് ദ പോയിന്റ്. കാര്യം വിൽ ഓഫ് ഗോഡിലാണ് കാര്യം മുഴുവൻ ഇരിക്കുന്നത്. പക്ഷേ വിൽ ഓഫ് ഗോഡ് സംഭവിക്കുമ്പോൾ നമുക്കറിയണം എന്താണ് അതിനകത്ത് എപ്പോഴും വെട്ടിൻ്റെ കണ്ടൻ്റ് ഉണ്ടാവും. നമ്മുടെ സൗകര്യത്തിൻ്റെ മേലും. ഇപ്പം നിൻ്റെ ഒരു വീട് എന്ന് വിചാരിച്ചോ, ഒരു കർത്താവ് പറയണതാണ്, ആകസ്മികമായിട്ട് ഒരു കഥ പറയും കർത്താവ്. എന്താണ്? ഒരു അർദ്ധരാത്രി ഒരു സ്നേഹിതൻ്റെ വീട്ടിലെ ഒരാൾ വിരുന്നിന് വന്നു. അതാണ് വെട്ടെന്ന് പറയണത്. എന്താ സംഭവം? ഇതിനകത്ത് 3-4 വെട്ടുണ്ട്. അർദ്ധരാത്രി വരുന്നു, അപ്പം തന്നെ നമ്മുടെ ഉറക്കം കെടുത്തു വന്ന കാര്യം ഒരു വെട്ടായി. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ഗായിക പ്രാർത്ഥിക്കുന്ന അമ്പിളി പറഞ്ഞ് എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലാണ്. ഒരു വെട്ടാണ്, അതൊരു വെട്ടാണ്. രാത്രി അവർ പോയിട്ട് വെളുപ്പിന് 5 മണിക്കാണ് വന്നത്. അതാണ് നമ്മളുടെ ഉറക്കത്തിൻ്റെ മേലൊരു വെട്ടാണ്. ഈ വെട്ട് എൻ്റെ മകനല്ലേ എന്ന് നമ്മൾ സഹിക്കാം. പക്ഷേ ഈ വെട്ട് കർത്താവ് നമ്മുടെ സൗകര്യത്തിൻ്റെ മേൽ തന്നിരിക്കുന്നൊരു വെട്ടാണെങ്കിൽ ഇതിലൊരു ഫലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഈ അസൗകര്യം നിൻ്റെ കുരിശിൻ്റെ കൂടെ ഞാൻ കൂട്ടിവെക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഐക്യപ്പെടുന്നത്, കർത്താവുമായിട്ട് ഐക്യപ്പെടുന്നത്. ഇതുപോലെ കർത്താവിൻ്റെ കഥയിൽ വെട്ട് ഒത്തിരി ഉണ്ട്. കാര്യം അർദ്ധരാത്രി വരുന്ന ആളില്ലേ, ആ വചനം നമുക്ക് വായിക്കാം. ആ അർദ്ധരാത്രി വരുന്ന ആൾ ഒരു വീട്ടുകാരൻ്റെ വസതിയിലേക്ക് ഒരു കൂട്ടുകാരൻ വരികണ സംഭവമാണ്. ഇതിനകത്ത് എത്ര വെട്ടാണ് വരണത്? ആദ്യം ഈ വന്നിട്ട് ഈ കൂട്ടുകാരിയുടെ തന്നെ ഒരു വെട്ടും. കാര്യം എന്താണ്? ഇവിടെ മനുഷ്യ തനിക്ക് കണ്ണും പോലെ ഉള്ളപ്പോൾ വരാൻ പാടില്ലേ എന്ന് ചോദിക്കത്തില്ല, മനസ്സിൽ തോന്നും. അതാണ് ആദ്യത്തെ വെട്ട്. കാര്യം അർദ്ധരാത്രിയാണ് ഇവൻ വരണത്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ അയാൾ വൈഫിനോട് ചോദിക്കും, ഇയാൾക്ക് കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വൈഫ് കൈമലർത്തും. അതും ഒരു വെട്ടാണ്. എന്താ കാര്യം? എടി പോത്തെ വല്ലതുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? ഒരാളെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ വെറുതെ അപമാനപ്പെടാൻ പറ്റുമോ? ഭർത്താവും ഭാര്യയുമായിട്ട് കോർക്കാൻ ഒരവസരം, അതും ഒരു വെട്ടാണ്. വെട്ട് തന്നെ വഴി കണ്ടില്ലേ ഈ വെട്ട്? ഇനി ഇയാളെന്ത് ചെയ്യും? ഇയാളപ്പം തന്നെ അവിടെ നിന്ന് ഗേറ്റും ചാടി അടുത്ത വീട്ടിൽ പോവുകയാണ്. അവിടുത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ മുട്ടണ സമയത്ത് അയാൾ പറയും, എന്നെ ആരാണെന്നൊക്കെ ചോദിക്കും. ഞാനാണേ. എന്താ പരിപാടി? അത് എൻ്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്ന്, അതിനിപ്പോൾ ഞാൻ എന്താണ്? അത് എനിക്കൊരു അപ്പം തരണം. അയ്യോ അത് പറ്റത്തില്ല. അയ്യോ അത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അടുത്ത വെട്ടായി. അയ്യോ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ വചനഭാഗം വായിക്കാം. ഇപ്പോഴും ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 11-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ
നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം കണ്ടില്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ലൂക്ക 11:5. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ്. ഇതിൽ വന്നിരിക്കുന്ന വെട്ടുവന്ന വഴി കണ്ടില്ലേ? വെട്ടുവന്ന വഴിയാണ് ഒന്ന്. ഇനി മൂന്നാമത്തെ വെട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. എന്താണ്? ഇതെന്ത് പരിപാടിയാണ്? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണം അറിയാൻ പാടില്ലേ? ഞാൻ എഴുന്നേറ്റാൽ ഇവന്മാർ എൻ്റെ കഴുത്തേലും നെഞ്ചത്തെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ എഴുന്നേറ്റാൽ കുഞ്ഞുങ്ങൾ ഉടനെ എഴുന്നേറ്റ് നിലവിളിക്കും, നിങ്ങളെനിക്ക് രാത്രി പണി തരാൻ വന്നിരിക്കടാ എന്താ ചോദിക്കുക. കാര്യം വെട്ടാണ് വന്നത്. ഇവൻ്റെ ഉറക്കം പോകുന്നു. ഇനി കുഞ്ഞുങ്ങളെങ്ങാനും എഴുന്നേറ്റ് നിലവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ. പിന്നെ അവർക്ക് കാര്യങ്ങൾ അറിയത്തില്ല. അവർ നിലവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും നിലവിളി തീർക്കണത്. അപ്പോൾ 2 മണിക്കൂർ ഈ മനുഷ്യന് അപ്പം കൊടുത്തത് അപ്പം തിന്നവൻ കിടന്നുറങ്ങും. ഈ അപ്പം തിന്നവൻ കിടന്നുറങ്ങിയാലും ഈ മനുഷ്യന് ഉറക്കം കിട്ടത്തില്ല. കാര്യം എന്താ? പിള്ളേർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയും. വെട്ട് 2, 4-ാമത്തെ വെട്ടായി. ഈ 4 വെട്ട് കഴിയുമ്പോൾ ഈ മനുഷ്യന് ഈ വെട്ടിൽ നിന്ന് ഫലം ഉണ്ടാക്കണില്ലെന്നറിയാൻ പറ്റും. എന്താ കാര്യം? ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ അറിയാം. ഇങ്ങനെ വെട്ട് കിട്ടിയെങ്കിലും വെട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടൊരു ഫലം ഉണ്ടാകണില്ല അയാൾക്ക്. എന്താ ഫലം ഉണ്ടാകുന്നത് വെച്ചാൽ ഈശോ പറയണത് 11:5 ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതായത് ഞാൻ നിങ്ങളോട് പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 11:8 എന്താ പറയണത്? ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് പ്രാഗിക്കൊണ്ട് കൊടുക്കുമെന്ന്. ഇവിടെയാണ് പ്രശ്നം. ഈ വെട്ടിൽ നിന്ന് ഫലം ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അയാൾക്ക് 2 വെട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, അയാളുടെ ഉറക്കം പോയി. രണ്ടാമത്തത്, കുഞ്ഞുങ്ങളുടെ ഉറക്കം പോയി. ഈ 2 വെട്ട് കിട്ടിയപ്പോഴും ഈ മനുഷ്യൻ വാദിക്കുന്നു പോണില്ല. ഉടനെ അപ്പം എടുത്ത് എന്നാ പോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ ഇത് കൊടുത്ത് ഈ വെട്ടിൽ നിന്ന് ആൾക്കാർക്ക് വെട്ട് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, ഫലം ഉണ്ടാക്കണില്ല. ഇന്നത്തെ ഉടമ്പടിയുടെ നമ്മുടെ ചിന്ത ഇതാണ്. ആവശ്യത്തിന് വെട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ വെട്ടിൽ നിന്ന് ഫലം ഉണ്ടാക്കുന്നില്ല. കാര്യം എന്താണ്? അവർ കർത്താവിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്നില്ല. സ്നേഹിതനാണെന്ന് കരുതിയല്ലെങ്കിലും നിർബന്ധം നിമിത്തം കൊടുക്കുകയും, അതായത് മനസ്സോടെ കൊടുക്കുന്നു. മനസ്സോടുകൂടി കൊടുക്കാനാണ് പറയണത് ഈശോ. വെട്ട് കിട്ടുമ്പോൾ മനസ്സോടുകൂടി കൊടുക്കണം. 4 വെട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ വീട്ടുടമസ്ഥന് ഒരു വെട്ട് കിട്ടി, പക്ഷേ ആ വെട്ട് അടുത്ത രാത്രി അയാൾ കയറി വന്നതാണ്. രണ്ടാമത്തെ വെട്ട് ഇയാളുടെ അപമാനം മേടിച്ചതാണ്. അപ്പം കൊടുത്തതിന് വെട്ട് കിട്ടി. എന്താണ്? അവൻ്റെ ഉറക്കം പോയി. രണ്ടാമത്തത് അവൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കി, അതുങ്ങളുടെ ഉറക്കം പോയി. 4 വെട്ട് ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് പരാജയപ്പെട്ടിരിക്കുന്ന അപ്പം കൊടുത്തവനാണ്. അപ്പം കൊടുക്കുകയും ചെയ്ത് അത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടായില്ല. വെട്ടെല്ലാം മേടിക്കുന്നുണ്ട്, പക്ഷേ വെട്ടിൽ നിന്നും ഫലങ്ങളൊന്നും ഉണ്ടാകണില്ല. ഇതാണോ നിൻ്റെ അവസ്ഥയെന്ന് ചിന്തിക്കണം. നീ ഒത്തിരിയേറെ സഹിക്കുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ. കാര്യം നിൻ്റെ മനസ്സിന് ബൈബിളിലെ രീതി അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തതെല്ലാം വിൽ ഓഫ് ഗോഡ് ആക്കാനുള്ള ഒരു സമർപ്പണം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഫലം ഉണ്ടാക്കി നിന്നെ വളർത്തി ദൈവത്തിൽ അടുപ്പിൽ നിർത്തുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രസകരമായ ഒരു വചനമാണ്. ഇന്നെൻ്റെ വെളുപ്പിന് എൻ്റെ പ്രാർത്ഥനയിൽ വന്നതാണ്. ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. അതായത് ഈ ശ്രവണാഭിഷേകം എന്നും പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സിറ്റുവേഷനിലായിട്ട് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു വചനം തന്നെ കർത്താവ് 4000 കൊല്ലം മുമ്പ് എഴുതിയതാണ്. ഇനി ചിലപ്പോൾ 4000 കൊല്ലം കൂടി ആ വചനം ജീവിക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ലോകം അവസാനിക്കുമായിരിക്കും. എപ്പോൾ 8000 കൊല്ലമല്ലേ? 8000 കൊല്ലത്തിൽ ഒരു 8 കോടി അർത്ഥമായിരിക്കും ഇതിനുള്ളത്. 8000 കൊല്ലത്തിൽ 8 കോടി അർത്ഥമാണ് ഉണ്ടാകുന്നത്. ഇനി 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ ആ 8 കോടിയെ പെണ്ണ് 800 കൊണ്ട് ഗുണിച്ചാൽ എന്തുമാത്രം അർത്ഥങ്ങളുണ്ട്. അത്രയും വചനം അനന്തവിജ്ഞാനമാണ് ഈ വചനം.
എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ കർത്താവ് പറഞ്ഞ എന്താണ്, ഒരു വചനം കേൾക്കണമെങ്കിൽ അഭിഷേകം വേണം. ആ വചനം കേൾക്കാനുള്ള അഭിഷേകം വേണം. അഭിഷേകം അപ്പോസ്തലന്മാർക്ക് ഇല്ലാതെ വന്ന്. എപ്പോഴാണ് ഇല്ലാതെ വന്നത്? അപ്പോസ്തലന്മാർക്ക് വചനത്തിനെക്കുറിച്ചുള്ള അഭിഷേകം, വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവില്ലാതെ വന്നത് എപ്പോഴാണ്? നമ്മൾ 16 ശരിക്കും 16, 11 വായിക്കത്തില്ലേ? മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ സ്തുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ